പഠിക്കാൻ വളരെ മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ വീട് കുട്ടനാടാണ്. നമുക്കറിയാം കുട്ടനാടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യം. കാരണം അജ്നോറയിൽ എൻട്രൻസ് ഒരു യുദ്ധമൊന്നുമല്ല സാറ്, നമ്മുടെ പണ്ടത്തെ ചാക്കോ മാഷിൻ്റെ ആ ഒരു പഠന രീതിയിലൊക്കെ അല്ലെങ്കിൽ ഒരു വാറൊന്നുമല്ല. നമ്മൾ വളരെ ഫണ്ണായിട്ട് ജോയ്ഫുള്ളായിട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് അജ്നോറയിൽ. കാരണം ഈ ഒരു കാലയളവിൽ സാറിനെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സ്റ്റുഡൻറ്റോ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ എക്സാം ബേസ് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് ഇൻ്റഗ്രേറ്റഡ് എൻട്രൻസ് കോച്ചിങ്സ്. എന്താണ് ആക്ച്വലി ഇൻ്റഗ്രേറ്റഡ് എൻട്രൻസ് കോച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? +1 +2 ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ് നമ്മൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു ടേമായിരിക്കും. ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടേമാണ് +1 +2 ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്. ഈ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പാരൻസിനും പല വിദ്യാർത്ഥികൾക്കും എല്ലാം ഒരുപാട് ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നോർമൽ സ്കൂളിംഗ് ഉണ്ടല്ലോ, നോർമൽ സ്കൂളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു പുതിയ എറയിൽ നമ്മുടെ എൻട്രൻസിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും നല്ല നല്ല കോമ്പറ്റീറ്റീവ് എക്സാമുകൾ ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ ഒരു +2 കഴിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 30-ൽ പരം കോമ്പറ്റീറ്റീവ് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ 30-ൽ പരം കോമ്പറ്റീറ്റീവ് എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരിയർ ഫോം ചെയ്യുന്ന കാലഘട്ടമായ അവൻ്റെ പ്രൊഫഷണൽ കോഴ്സ് നടക്കുന്ന കാലഘട്ടമായ നല്ലൊരു കലാലയ ജീവിതത്തിലേക്ക് ആ കുട്ടിക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഒരാളുടെ ഒരു കലാലയ ജീവിതമാണ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ്റെ കാലഘട്ടത്തിലാണ് ഒരാളുടെ കരിയർ ഫോം ചെയ്യുന്നത്. അങ്ങനെ നല്ല കോളേജിൽ നല്ല കോഴ്സുകൾക്ക്, ഇഷ്ടപ്പെട്ട കോഴ്സുകൾക്ക് ഒക്കെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് എൻട്രൻസ് പരീക്ഷകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പരീക്ഷകളാണ് നീറ്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന ഒരു പരീക്ഷ നീറ്റ് പരീക്ഷ. കഴിഞ്ഞ വർഷം 25 ലക്ഷത്തോളം കുട്ടികളാണ് നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ JEE എക്സാമിനേഷന്, CUET എക്സാമിനേഷൻസ്, അങ്ങനെ ഒരുപാട് എൻട്രൻസ് പരീക്ഷകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എൻട്രൻസ് പരീക്ഷകൾ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം കൊണ്ട് മാത്രമേ ഈ എൻട്രൻസ് പരീക്ഷകൾ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു നോർമൽ ഒരു സ്കൂളിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു നോർമൽ വിദ്യാർത്ഥി അവൻ മൺഡേ ടു ഫ്രൈഡേ അല്ലെ സാറ്റർഡേ സ്കൂളിൽ പോകുന്നു. അവന് മനസ്സിലാകാത്ത പോർഷൻസിന് വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും ട്യൂഷന് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈവനിങ്ങിൽ നമ്മൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്യൂഷൻസ് പോകുന്നു, അല്ലെങ്കിൽ ഓൺലൈനിൽ ഇപ്പോൾ ട്യൂഷൻസൊക്കെ അവൈലബിൾ ആണ്, ഓൺലൈനിൽ ട്യൂഷന് വേണ്ടി പോകുന്നു. അതിനുശേഷം സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ വീക്കെൻഡ് പോലെയുള്ള സമയങ്ങളിൽ നമ്മൾ എൻട്രൻസ് കോച്ചിങ് അഡീഷണൽ ആയിട്ട് എടുത്ത് പഠിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ മൺഡേ ടു സൺഡേ ഇങ്ങനെ പാക്ഡ് ആണ്. ഒരു ദിവസം അവിടെ പോകുന്നു, ഒരു ദിവസം ഇവിടെ വരുന്നു, അങ്ങോട്ട് പോകുന്നു, ഓടി നടക്കുകയാണ്. ശരിക്കും ഈ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്കൂളിങ്, അവൻ്റെ ട്യൂഷൻസ്, അവൻ്റെ എൻട്രൻസ് പ്രോഗ്രാം, അവൻ്റെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇതെല്ലാം കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് റെസിഡൻഷ്യലായിട്ടും അല്ലാതെയും ഡേ സ്കോളറായിട്ടും ഒക്കെ ആ പ്രോഗ്രാം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ ഇമ്പോർട്ടൻസും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം തീർച്ചയായിട്ടും IIT-കൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ ശാലകളാണ് IIT-കൾ എന്ന് പറയുന്നത്. അതായത് ലോകത്തിന് പലവിധ സംഭാവനകൾ സമ്മാനിച്ച പ്രഗത്ഭന്മാർ പഠിച്ചിറങ്ങിയ സ്ഥാപനങ്ങളാണ് IIT-കൾ. കഴിഞ്ഞ കുറച്ച് വർഷത്തെ ഒരു റിസൾട്ട് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ അത്ഭുതം. കാരണം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടാണ്. വളരെ 100% ലിറ്ററസി ഉള്ളൊരു സ്റ്റേറ്റ്, സ്കൂളിങ് ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൊണ്ടും നമ്മുടെ നാട്ടിലെ കുട്ടികൾ വളരെ ബ്ലെസ്ഡ് ആണ്. കാരണം ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം പോകുന്ന വേറൊരു സംസ്ഥാനം നമ്മുടെ രാജ്യത്തില്ല. പക്ഷേ ഈ കോമ്പറ്റീറ്റീവ് എക്സാമുകളുടെ ട്രാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ IIT-കളിൽ കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് മുൻ വർഷങ്ങളിൽ 1% കുട്ടികളെ പോലും IIT-കളിലേക്ക് കേരളത്തിൽ നിന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഈ കോമ്പറ്റീറ്റീവ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മുടെ പാരൻസിൻ്റെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അൾട്ടിമേറ്റ്ലി
full A+ വാങ്ങുക എന്നുള്ളതിലേക്ക് ഇവരുടെ ഒരു എഡ്യൂക്കേഷൻ മാറിപ്പോവാം. നമുക്കറിയാം ഇപ്പോൾ ഫുൾ A+ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെയും +2ൻ്റെയൊക്കെ റിസൾട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിലെ കവലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പോസ്റ്റിലും അല്ലെങ്കിൽ ചായക്കടയുടെ തൂണിലും തുരുമ്പിലും എല്ലാം ചിരിക്കുന്ന മുഖമായിട്ട് ആൾക്കാർ ഇരിക്കുക. ഫുൾ A+കാരാണ് കംപ്ലീറ്റ്. അപ്പോൾ ഫുൾ A+ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫുൾ A+ കൊണ്ട് ഒരു കുട്ടിയുടെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സ്കില്ല് ശരിക്കും ആ പഠനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ IIT-കളിലേക്ക് ഇതുപോലെയുള്ള പ്രീമിയം സ്ഥാപനങ്ങളിലേക്കൊന്നും നമ്മുടെ കുട്ടികൾ എത്തിച്ചേരാൻ സാധിക്കാത്തതിൻ്റെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഫുൾ A+ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നു എന്നുള്ളതാണ്. ഫുൾ A+ ഈസ് എ ഫാക്ട്. അത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിലൂടെയും സാധ്യമാണ്. അതുകൂടാതെ തന്നെ നമ്മൾ എൻട്രൻസിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ടൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും കൂടെ നമ്മൾ വെക്കുന്നു എന്നുള്ളതാണ് ഈ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഈ ഫുൾ A+ൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ചെറിയ തമാശയും കൂടെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരും. അതായത് ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ പത്രത്തിൽ ചരമക്കോളങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചരമക്കോളത്തിൽ ഒരാളുടെ ഒരു മരണത്തിൻ്റെ അറിയിപ്പ് ഞാൻ കണ്ടു. ഇന്ന ആള് നിര്യാതനായി, വളരെ ദുഃഖത്തോടുകൂടി ഇന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ ഒരാളുടെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്ത് രസകരമായി കണ്ടതാണ്. പേര് കൊടുത്തിരിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ കൊച്ചുമക്കളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കും മകൻ, ഇപ്പം അരുൺ എന്നാണെങ്കിൽ ദുബായിലുള്ള ആളാണെങ്കിൽ ദുബായ് എന്നൊക്കെ നമ്മൾ കൊടുക്കും. അല്ലെങ്കിൽ ഏത് പ്രൊഫഷനാണ് നമ്മൾ ജോലി ചെയ്യുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ കൊച്ചുമക്കളുടെ കൂട്ടത്തിൽ കണ്ടതാണ് വരുൺ ബ്രാക്കറ്റിൽ 10th ഫുൾ A+. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ഈ ഫുൾ A+ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫുൾ A+ കൊണ്ട് വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ +1 +2 പഠിക്കാൻ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ തിയറി കണ്ടന്റ് ഒക്കെ ഉള്ള പിള്ളേർ വളരെ കുറവാണ്. ഫുൾ A+ അവർക്ക് കിട്ടി, എങ്ങനെയോ അവർക്ക് കിട്ടി. പക്ഷേ ഒരു കോമ്പറ്റീറ്റീവ് ട്രാക്കിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു വസ്തുത. പണ്ട് മുതൽ കേൾക്കുന്നൊരു കാര്യമാണ് എൻട്രൻസ് എന്ന് പറയുന്ന ഒരു പോരാട്ടമാണ്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഒരുപാട് വളർന്നു, എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങൾ ഒരുപാട് മാറി. സോ ഇന്ന് എൻട്രൻസ് ഒരു കീറാമുട്ടിയാണോ? ഇന്നത്തെ പാരൻസ്, സ്റ്റുഡൻസ് എൻട്രൻസിന് ഇന്ന് എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത്? ഈ എൻട്രൻസിനെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയൊക്കെ ഒരു വലിയ ആശങ്കയാണ്. കാരണം ഈ നസ്രിയ ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്, എൻട്രൻസ് ഈസ് എ വാർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അജ്നോറയിൽ എൻട്രൻസ് ഒരു യുദ്ധമൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു വാറൊന്നുമല്ല. നമ്മൾ വളരെ ഫണ്ണായിട്ട് ജോയ്ഫുള്ളായിട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് അജ്നോറയിൽ. കാരണം നമുക്കറിയാം പണ്ടത്തെ ചാക്കോമാഷിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. സ്പടികത്തിലെ ചാക്കോമാഷ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ. സാറ് പറഞ്ഞ പോലെ പണ്ടത്തെ ചാക്കോമാഷിൻ്റെ സിസ്റ്റം ഒന്നും ഇനി ഇന്നത്തെ കാലത്ത് വർക്കൗട്ട് ആവില്ല. ഞാൻ പറഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ അജ്നോയുടെ തന്നെ 2 പ്രൊജക്റ്റുകളായിട്ട് എനിക്ക് മുമ്പോട്ട് പോയ സമയത്ത് ഞാൻ അജ്നോയുടെ തന്നെ ഒരു അധ്യാപനെ പരിചയപ്പെട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ ഞാൻ കേട്ടായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. എങ്ങനെ ഒരു സാറിന് ഇത്രത്തോളം നന്നായിട്ട് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പറ്റും? അല്ലെങ്കിൽ ഒരു അധ്യാപകനാണ് അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് എനിക്ക് തോന്നിയില്ല. സ്റ്റുഡൻസിൻ്റെ വൈബിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഫ്രണ്ടായിട്ട് പഠിപ്പിക്കുന്ന സിറ്റുവേഷൻ ഞാൻ കണ്ടു. ഞാനത് പറയാൻ കാരണം നമ്മൾ പഠിക്കുന്ന സമയത്തും ഈ പറഞ്ഞ ചാക്കോമാഷും ഉണ്ടായിരുന്നു, നമുക്ക് പ്രിയപ്പെട്ട സാറുമാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു അധ്യാപകൻ എന്ന രീതിയിലാണ് നമ്മൾ അവരെ കണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു മാഷിനെ എനിക്ക് കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കാര്യം അധ്യാപകനായിട്ടില്ല, ഒരു ഫ്രണ്ട്, ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ ഫ്രണ്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ചു കേട്ടോ. ആ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ട സമയത്ത് കുട്ടികളുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് അവർക്കൊരു ഫ്രണ്ടിനെ പോലെ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അപ്രോച്ചബിൾ ആയിട്ട് തോന്നുന്ന ഒരാളെ പോലെയാണ് നമ്മുടെ ടീച്ചേഴ്സ് തീർച്ചയായിട്ടും അവിടെ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കൾച്ചറാണ് ഞങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻട്രൻസ് ഒരു വാറല്ല, ഒരു യുദ്ധമല്ല. അത് വളരെ ഇഷ്ടപ്പെട്ട് വളരെ എൻജോയ് ചെയ്ത് പഠിക്കുന്ന ഒരു സിസ്റ്റമാണ് അജ്നോറയിൽ ഇപ്പോൾ ഞങ്ങൾ നടന്ന് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സാറേ, 10ാം ക്ലാസ്സിലെ റിസൾട്ടിനെ പറ്റി പറഞ്ഞ സമയത്ത് പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത്, അത് എൻ്റെ ചേട്ടൻ്റെയും ചേച്ചിയുടെ ഒക്കെ ഒരു 10ാം ക്ലാസ് റിസൾട്ടുകൾ വരുന്ന സമയത്ത് അന്നൊക്കെ ആ ഒരു സമയത്തേക്ക് അല്ലെങ്കിൽ റിസൾട്ട് വരുന്ന ദിവസത്തെ സിറ്റുവേഷൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. സോ ഒരു ഉത്സവം പോലെയാണ്. കുറേ പേർക്ക് സന്തോഷമാണ്, കുറേ പേർക്ക് സങ്കടമായിരിക്കും. അതിനുശേഷം എനിക്ക് ഇന്നത്തെ കാലത്ത് എല്ലാം ഒരു A+ വേണ്ടി പഠിക്കുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്.
അതൊക്കെ വളരെ ഒരു SLC അല്ലെ ഈ ഒരു എക്സാമൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഏതൊരു സ്റ്റുഡൻസിൻ്റെയും സ്വപ്നമാണ് IIT പോലത്തെ പ്രമുഖ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്ന് പറയുന്നത്. ഇന്ന് കേരളത്തിലെ എത്രത്തോളം സ്റ്റുഡൻസിന് അത് സാധ്യമാകുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ ചെയ്യേണ്ട തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് കേരളത്തിലെ കുട്ടികൾ ഭയങ്കര പൊട്ടൻഷ്യലുള്ള കുട്ടികളാണ്. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ സമയത്ത് കൃത്യമായിട്ടുള്ള പരിശീലനം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. അതായത് ഇപ്പം നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, ഹരിയാന ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലും ഈ പറയുന്ന പ്രീമിയം ആയിട്ടുള്ള IIT-കൾ അല്ലെങ്കിൽ എയിംസുകൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് കുട്ടികൾ വരുന്നത് ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. പക്ഷെ നമ്മൾ കാണുന്ന ഇപ്പം വെസ്റ്റ് ബംഗാൾ അല്ലെ രാജസ്ഥാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പിന്നെ കമ്പിളിപ്പൂപ്പ് വിൽക്കാൻ വേണ്ടിയിട്ടും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ പഠിക്കുന്ന പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ ഭൂരിഭാഗവും ഇത്തരത്തിലുള്ള കുട്ടികളാണ്, ഈ പ്രദേശത്തു നിന്നുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേരത്തെ ഫോക്കസ്ഡ് ആണ്. അവരവരുടെ വിഷൻ അവർക്ക് നേരത്തെ അവർ സെറ്റ് ചെയ്ത്, ഒരു ഡ്രീം സെറ്റ് ചെയ്ത് അവർ ഫോക്കസ്ഡ് ആണ്. 6ാം ക്ലാസ് മുതൽ ഇവർ ഇതിൻ്റെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യും. ഫൗണ്ടേഷൻ കോഴ്സിലൂടെ വന്ന് 10th ആകുമ്പോഴത്തേക്കും ഇവർ +1 +2 അടക്കമുള്ള കാര്യങ്ങൾ പഠിച്ചു. നമ്മുടെ നാട്ടിലെ കുട്ടിയുടെ പ്രശ്നം എന്താ? നമ്മൾ +2-ന് ശേഷമാണ് എൻട്രൻസിനെ പറ്റി ആലോചിക്കുന്നത്, അല്ലെ 10ാം ക്ലാസ്സിന് ശേഷമാണ് നമ്മൾ ഇതിനെപ്പറ്റി ഒരു ചെറിയ ആലോചനയെങ്കിലും നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 10ാം ക്ലാസ്സിന് ശേഷമുള്ള ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഈ ഒരു പ്രശ്നത്തിന് വലിയൊരു പരിഹാരമാണ്. കാരണം +1 +2 ആ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും +2 കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനം നമുക്ക് ഈ 2 വർഷത്തെ പ്രോഗ്രാമിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ്. സർ, കഴിഞ്ഞ 10 വർഷത്തിൽ കൂടുതലായിട്ട് അക്കാദമി രംഗത്തുണ്ട്. ഈ ഒരു കാലയളവിൽ സാർ ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ട് ഏത് സ്റ്റുഡൻസ് ഉണ്ടോ? അവരുടെ ഏതെങ്കിലും സ്റ്റോറിയോ അങ്ങനെ എന്തെങ്കിലും കാര്യം സാർ ഷെയർ ചെയ്യാൻ സാധിക്കുമോ? ഓർമ്മകളെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ഒക്കെ കൺമുന്നിലൂടെ വന്നുപോയ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിത സാഹചര്യങ്ങളോട് പടവെട്ടി വിജയിച്ച ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ വിദ്യാർത്ഥികളുടെ ഓർമ്മകളും കാര്യങ്ങളുമൊക്കെ നമുക്ക് പ്രചോദനമാണ്. അവരുടെയൊക്കെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പെൺകുട്ടിയുടെ ഒരു കഥയാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഒരു റിയൽ സ്റ്റോറിയാണ്. അതായത് കുട്ടനാട്ടിൽ ജീവിച്ചു വന്നിരുന്ന ഒരു കുട്ടി. കുട്ടനാടിൻ്റെ പ്രത്യേകത നമുക്കറിയാം. കുട്ടനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അന്നേരം വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ്. നമ്മളെപ്പോലെ തന്നെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളും എല്ലാം ആ കുട്ടിക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മളിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ മാത്രം ആ കുട്ടിക്കുണ്ടായിരുന്നു. കാരണം വീട് നമ്മുടെ കട്ടകളാൽ നിർമ്മിതമായ വീടുകളാണെങ്കിൽ ആ കുട്ടിയുടെ പലകകളാൽ നിർമ്മിച്ച വീടായിരുന്നു. കോൺക്രീറ്റിന് പകരം ഷീറ്റ് മേഞ്ഞ വീടായിരുന്നു. മഴ പെയ്ത വെള്ളം കയറുന്ന വീടായിരുന്നു. പ്രത്യേകിച്ച് പഠിക്കാൻ വേണ്ടി രാത്രിയിലേക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ കാലൊക്കെ വെള്ളത്തിനകത്ത് വെച്ച് നമ്മൾ പണ്ടൊക്കെ പഠിക്കാറുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് അത് പ്രത്യേകിച്ച് വെള്ളമൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഓൾറെഡി മഴയൊക്കെ പെയ്യുമ്പം വെള്ളം വീട്ടിലുള്ളതുകൊണ്ട് അങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെ വന്നൊരു കുട്ടിയായിരുന്നു. അച്ഛൻ മരണപ്പെട്ടു പോയിരുന്നു. അമ്മയ്ക്ക് ലോട്ടറി കച്ചവടമായിരുന്നു. ആ ലോട്ടറി കച്ചവടം നടത്തുന്നതിനിടയിൽ ഒരു ദിവസം ആ അമ്മയ്ക്കൊരു അത്യാഹിതം സംഭവിക്കുകയും അതിന് ആ അമ്മയ്ക്ക് പരിക്കേൽക്കുകയും ബാഹ്യമായ പരിക്കുകളിൽ കൂടാതെ തന്നെ അവർക്ക് മാനസികമായ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. നമുക്കറിയാം, ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ട് ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലിരുന്ന് നമ്മുടെ പ്രിപ്പറേഷൻസ്, നീറ്റൊക്കെ പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഒക്കെ എത്രത്തോളം സാധ്യമാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അമ്മയുടെ കാര്യങ്ങൾ നോക്കണം, പഠനം നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയാണ് ആ കുട്ടി പഠിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും എക്സാമിനേഷൻ്റെയൊക്കെ സമയം ആയപ്പോഴേക്കും ആ കുട്ടിയുടെ അമ്മയുടെ അസുഖമൊക്കെ മൂർച്ഛിക്കുകയും അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുകയും അങ്ങനെ എക്സാം ഹാളിലേക്ക് കയറുന്ന സമയം വരെ ഭയങ്കരമായ ഒരു ടെൻഷനിൽ, അതായത് അതിൻ്റെ ചുറ്റുപാടുകളിൽ നിന്നുള്ള ടെൻഷനുകളൊക്കെ വെച്ചുകൊണ്ട് ആണ് ആ കുട്ടി പരീക്ഷ എഴുതാൻ വേണ്ടി, നീറ്റ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കയറിയത്. ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമോ അല്ലെങ്കിൽ ഒരു ഭാഗ്യമോ എന്ന പോലെ എനിക്ക് അതിനകത്ത് ആ കുട്ടീനെ ഒന്ന് എക്സാം സെൻറ്ററിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് എനിക്കും അന്ന് സാധിച്ചിരുന്നു. അതെനിക്കൊരു വലിയൊരു സന്തോഷമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു. അപ്പോൾ ആ വർഷത്തെ നീറ്റ് പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഓൾ ഇന്ത്യ റാങ്കിൽ 75ാം റാങ്കിന് നേരെ എഴുതി ചേർത്തിരുന്നത് ആ പെൺകുട്ടിയുടെ പേരായിരുന്നു. തീർച്ചയായിട്ടും ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളോടും പടവെട്ടിക്കൊണ്ട് പുസ്തകങ്ങൾ മാത്രമല്ല കീഴ്പ്പെടുത്താനുള്ളത്, ജീവിതത്തിലെ സാഹചര്യങ്ങൾ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു വലിയൊരു സക്സസ്സിലേക്ക് എത്തി. ഇപ്പോൾ ആ കുട്ടി പോണ്ടിച്ചേരി ജിമ്മറിൽ നിന്ന് MBBS പൂർത്തിയാക്കി ഇറങ്ങിയിരിക്കുക.
അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ നമുക്കുണ്ട്. നമുക്ക് എബ്രാഹിംഗണോ അല്ലെങ്കിൽ അബ്ദുൽ കലാമിൻ്റെയോ അടുത്തേക്കൊന്നും പോകണ്ട. നമ്മുടെ മുമ്പിൽ കൂടെ പോയ ഒരുപാട് ആളുകൾ ഇതുപോലെ നമ്മളെ ഇങ്ങനെ പ്രചോദിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്ക് വലിയ വലിയ നല്ല ഓർമ്മകൾ സമ്പാദിക്കുന്നതാണ്, വലിയ വലിയ അനുഭവങ്ങളാണ്. അധ്യാപകനായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഒരുപാട് സ്റ്റുഡൻസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യേണ്ടി വരാറുണ്ട്. എന്നാൽ ഇന്നത്തെ തലമുറയിലുള്ള നമ്മുടെ പുതിയ സ്റ്റുഡൻസ് ഇവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് നടത്താറുള്ളത്? നല്ല തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. കാരണം ഒരു ഗ്രൂപ്പിനെ ഫേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ എന്നെക്കാളും ഒരു 10 മടങ്ങ് കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ നോളജുള്ള ആളുകളായിട്ടാണ് ഞാൻ അവരെ കണക്കാക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജിക്കലി അവർ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്, എല്ലാ കാര്യങ്ങളിലും വളരെ അഡ്വാൻസ്ഡ് ആണ് അവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ നമുക്ക് ഇവരെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒതൻറ്റിസിറ്റി എത്രത്തോളം കൃത്യമാണ് എന്ന് മനസ്സിലാക്കി അതിനെ പഠിച്ചതിന് ശേഷം മാത്രമേ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുള്ളൂ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ഒരു സ്റ്റൈല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടുപോയ കുറേ വിദ്യാർത്ഥികളുണ്ട്, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ ആയിട്ട് കണക്ട് ചെയ്തായിരിക്കും മിക്ക കാര്യങ്ങളും ഞാൻ കുട്ടികളുടെ ഇടയിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും അവർക്ക് കുറച്ചും കൂടെ രസകരമായിട്ടും അല്ലെങ്കിൽ കുറച്ചും കൂടെ അറ്റൻഷൻ കിട്ടും, ഈ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടും ഇതിനോടൊരു താല്പര്യം ഉണ്ടാവും. നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ പോളിസി അങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും നമ്മളൊരു റേഡിയോ പോലെ കുറേ കാര്യങ്ങൾ കടിച്ചപ്പോട്ടാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ല, നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കുട്ടികൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. നമ്മൾ പ്രോപ്പറായിട്ട് ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ക്ലാസ് റൂമിൽ നിന്ന് നമുക്ക് ഒരുപാട് ദുരനുഭവങ്ങളുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇവരിതെല്ലാം കൃത്യമായിട്ട് കേട്ട്, ഇപ്പോഴത്തെ തലമുറയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും. പണ്ടാണെങ്കിൽ ടീച്ചർമാർ പറയുന്നത് അല്ലെങ്കിൽ മാഷുമാർ പറയുന്നത് അതേപോലെ കേട്ട് നമ്മളിരുന്ന് നമുക്ക് ചോദ്യമില്ല, കഥയിൽ ചോദ്യമില്ല, നമ്മളൊരു പരിധിവരെ അങ്ങനെയായിരുന്നു നമ്മൾ ട്യൂൺ ചെയ്തു പോകുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയുന്നത്, കൃത്യതയില്ലാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ലല്ലോ സാറേ, അതിങ്ങനെയാണല്ലോ എന്ന് കൃത്യമായിട്ട് കുട്ടികൾ ചോദിക്കും. സ്വാഭാവികമായിട്ടൊരു അധ്യാപകൻ എന്ന നിലയിൽ അങ്ങനെ ഒരു ചോദ്യം നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടാകും. ഇപ്പം നമുക്കറിയാം ഇപ്പം എല്ലാം നമ്മുടെ ഡിജിറ്റൽ ക്ലാസ് റൂംസൊക്കെയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പം ഡിജിറ്റൽ ബോർഡുകളൊക്കെയാണ് നമ്മൾ കൂടുതലും ക്ലാസ് റൂമിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ പല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളിതിൻ്റെയൊക്കെ വലിയ ആളാണെന്നുള്ള തരത്തിലാണ് നമ്മൾ ക്ലാസ് റൂമിൽ ചെല്ലുകയും ഈ പ്രസൻറ്റേഷൻ നടത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ചില സമയത്തൊക്കെ ഈ ഡിജിറ്റൽ ബോർഡിൽ നമുക്കറിയത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്കറിയാം. അപ്പോൾ നമ്മൾ വളരെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചിലപ്പം വളഞ്ഞായിരിക്കും നമ്മൾ മൂക്കെ പിടിക്കുന്നത് പോലെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ പിള്ളേർ വന്ന് പറയും, സാർ അതങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്താൽ പോരെ എന്ന് പറഞ്ഞ് വളരെ ഈസീസായിട്ട് അവർ അത് പറഞ്ഞു തരാറുണ്ട്. ഒരു പരിധിവരെ നമുക്കത് സന്തോഷമാണ്. കാരണം പിള്ളേർ അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആണ്. അവർ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പേടിയോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതെ അതിങ്ങനെയാണ് എന്നുള്ള സജഷൻ അവർക്ക് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പറ്റുന്നുണ്ടെന്നുള്ളത് അവർക്ക് കിട്ടുന്ന ഒരു ഫ്രീഡത്തിൻ്റെയും കൂടെ അല്ലെങ്കിൽ അവരുടെ ഒരു കംഫർട്ട് സോണിൻ്റെയും കൂടെ ഒരു പ്രത്യേകതയാണ്. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒരുപാട് സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ പണ്ടത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിനകത്ത് പറയാനുണ്ടാവുക? എൻ്റെയൊക്കെ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ നമ്മളങ്ങ് പഠിച്ചു പോകുന്നു. പ്രത്യേകിച്ച് അങ്ങനെ പൊതുവായിട്ട് എന്താ പറയുന്നത്, ആരെങ്കിലും ചോദിച്ചാൽ കളക്ടറാകണം, പൈലറ്റാകണം, എഞ്ചിനീയർ ആകണം എന്നൊക്കെ പൊതുവായ ഭാഷയിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്നതല്ലാതെ നമ്മളതിൻ്റെ ഒരു ഫോക്കസിലൊന്നും അല്ല. അന്ന് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ, ഞാനൊക്കെ നാട്ടിൻപുറത്ത് ജീവിച്ചു വന്ന ആളാണ്. അപ്പം അതിൻ്റേതായ ഗ്രാമത്തിൻ്റേതായ ആക്സസ് കുറവും കാര്യങ്ങളും ഒക്കെ അന്ന് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഏത് ഗ്രാമത്തിൽ പോലും ഏറ്റവും നല്ല ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് വളരെ അഭിമാനമുണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നതിൽ. അപ്പം നമുക്ക് അത് മിസ് ചെയ്യുന്നത് കൂടാതെ ഇപ്പം കുട്ടികൾക്ക് അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം നമുക്കൊരു അഭിമാനവും നമുക്കൊരു സന്തോഷവും ഒക്കെ തരുന്ന ഒരു സമയമാണ്. അജ്നോറ എൻട്രൻസ് അക്കാഡമിയുടെ ഡയറക്ടർ എന്ന നിലയിൽ മറ്റൊരു മധുരകരമായ ഒരു ഓർമ്മ ഉള്ളത്, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ അജ്നോറ എൻട്രൻസ് അക്കാഡമിയിലൂടെ പഠിച്ചുപോയ അമൽദേവ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു കഥയാണ്. അമൽദേവ്
ഇതുപോലെ തന്നെ എല്ലാവർക്കും നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഉദാഹരണമാണ് അമൽദേവ്. സ്വാഭാവികമായിട്ടും അമൽദേവ് +2 കഴിഞ്ഞിട്ട് ഒരു വർഷം റിപ്പീറ്റേഴ്സ് കോഴ്സിനാണ് അജ്നോറയിലേക്ക് വരുന്നത്. അപ്പോൾ അമൽദേവിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ +2 സ്റ്റേറ്റ് ബോർഡിൽ 68% മാത്രമേ അമൽദേവിന് മാർക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ചിട്ട് വളരെ കുറഞ്ഞൊരു മാർക്കാണ്. അപ്പോൾ അമൽദേവ് പല സ്ഥലങ്ങളിൽ കേരളത്തിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ പറയപ്പെടുന്ന പല സ്ഥാപനങ്ങളിലും അമൽദേവ് അഡ്മിഷന് വേണ്ടി ശ്രമിച്ചു. അവിടെ ഒന്നും അമൽദേവിനെ എടുത്തില്ല. അവസാനം കറങ്ങിത്തിരിഞ്ഞ് അമൽദേവ് അജ്നോറയിലെത്തി. അജ്നോറയുടെ കൗൺസിലേഴ്സ് അന്ന് അമൽദേവിനെ കൗൺസിലിംഗ് ഒക്കെ നടത്തിയതിന് ശേഷം അമൽദേവിൻ്റെ ഉള്ളിലൊരു തീ ഉണ്ടായിരുന്നു അവന്. അതാണ് നമ്മൾ ചില കുട്ടികളെ കാണുമ്പം അവൻ്റെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് അവൻ നമ്മളോട് സംസാരിക്കും, നമുക്ക് കിട്ടുന്നൊരു സ്പാർക്കുണ്ട്. അപ്പോൾ ആ സ്പാർക്ക് അന്ന് റിയലൈസ് ചെയ്തു. അപ്പം അങ്ങനെ അവന് അഡ്മിഷൻ കൊടുത്തു. അപ്പോൾ അവന് എൻജിനീയറിംഗ് ബാച്ചായിരുന്നു. NIT ആണ് അവൻ്റെ ഒരു ഫോക്കസേ NIT ആയിരുന്നു. അപ്പം അങ്ങനെ അമൽദേവ് പഠിച്ചു. അമൽദേവ് 68% നിന്ന് മുമ്പോട്ട് വരണമെന്നുണ്ടെങ്കിൽ, കാരണം ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് 90, 95, 100% ഒക്കെ മാർക്കുള്ള കുട്ടികളാണ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ കൂടുതലും ഉണ്ടാകുക. അപ്പോൾ അവരുടെയൊക്കെ ഒപ്പം എത്തണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം പ്രിപ്പറേഷൻസ് നടക്കണം. അപ്പോൾ ഞാൻ അമൽദേവിനോട് സംസാരിച്ചപ്പോൾ അമൽദേവ് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞാനങ്ങനെ കൂടുതലായിട്ടുള്ള വലിയ പ്രിപ്പറേഷൻസ് ഒന്നും നടത്തിയിട്ടില്ല. ഇവിടുന്ന് എന്താണോ പറഞ്ഞത് ആ കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട്. അജ്നോറയിൽ നിന്ന് എന്താണോ പറഞ്ഞത് ആ കാര്യങ്ങൾ ഫോളോ ചെയ്തു, കൃത്യമായിട്ട് ഫോളോ ചെയ്തു എന്നുള്ളത് മാത്രമാണ് അമൽദേവ് അവൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എന്നോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ അമൽദേവ് ഇവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം നല്ല നല്ല രീതിയിൽ അവൻ പ്രിപ്പയർ ചെയ്തു. ഹോസ്റ്റലിലായിരുന്നു. വൈകുന്നേരങ്ങളിലേക്ക് ഇരുന്ന് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് അവൻ പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം എക്സാമിനേഷൻ അമൽദേവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. കാരണം ഈ മാർക്ക് കുറവാണ് എന്നുള്ളത് ഒരു പ്രതിസന്ധി. അതോടൊപ്പം തന്നെ അവൻ കോരിത്തോട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ്, മുണ്ടക്കയത്തിനടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ആൾ വന്നിരുന്നത്. അതുപോലെ തന്നെ ഈ എക്സാമിനേഷന് തൊട്ട് മുമ്പായിട്ട് ഈ അമൽദേവിനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരാഴ്ചയ്ക്ക് മുകളിൽ തലയ്ക്കൊക്കെ പരിക്കേറ്റ് അവൻ അസുഖമായിട്ട് കിടന്നു. ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ടാണ് JEE എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് അമൽദേവ് വരുന്നത്. പക്ഷേ അമൽദേവിന് JEEയുടെയൊക്കെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ആഗ്രഹിച്ച കോഴ്സിന് കാലിക്കറ്റ് NIT തന്നെ അവന് അഡ്മിഷൻ ലഭിച്ചു. നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. കാരണം 68% എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ, അതായത് കേരളത്തിൽ ഇന്നും സ്ക്രീനിങ് നടത്തിയിട്ട് 95%-നും 90%-നും താഴോട്ടുള്ള വിദ്യാർത്ഥികളെ എടുക്കാത്ത സ്ഥാപനങ്ങൾ ഇന്നും കേരളത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ വേണ്ടി ആഗ്രഹമുള്ള ആൾക്കാർക്കെല്ലാം നമ്മളൊരു ഓപ്പൺ സ്പേസ് നമ്മൾ കൊടുക്കുകയാണ്. നമുക്ക് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സിസ്റ്റത്തിനനുസരിച്ച് പഠിക്കാൻ വേണ്ടി തയ്യാറാവുന്ന കുട്ടികൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടൊക്കെയാണ്. തീർച്ചയായിട്ടും അമൽദേവിൻ്റെയൊക്കെ ജീവിതവും ഞാൻ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു ലൈഫാണ് അമൽദേവിൻ്റെയൊക്കെ.